നെയ്യ് ഉണ്ടാക്കാൻ മെനക്കെട്ടിട്ട് പിന്മാറിയിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് നിർത്തിയ ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവരാണ് ചെങ്ങാ നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടോളേട്ടാ. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. എനിക്ക് നെയ്യ് ഉണ്ടാക്കാൻ ഞാൻ നോക്കിയിട്ട് അവസാനം ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ നിർത്തിയ ആളാണ്. പിന്നെ ഞാൻ എന്നെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അടിപൊളിയായിട്ട് നെയ്യ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരൊന്നും എന്നെ ചീത്ത അറിയരുത് കേട്ടോ. അപ്പോൾ മക്കളെ, ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഈ പാലിൽ നിന്നാണ് കേട്ടോ. ഈ പാല് നമ്മൾ കൊണ്ടുവന്ന ഉടനെ എന്നെ കാച്ചരുത്. ഞാൻ ചെയ്യണ കാര്യം ആദ്യം തന്നെ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കും. എന്നിട്ട് ഐസ് ആവുകയാണെങ്കിൽ ഐസ് ആയിക്കോട്ടെ, അതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ പാല് കാച്ചുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാച്ചാൻ വെച്ചതാണ് കേട്ടോ. അതിൽ നിന്ന് കണ്ടില്ലേ, ഇപ്പോൾ ആ നെയ്യ്, ഇപ്പോൾ തന്നെ നെയ്യ് അതിലിങ്ങനെ വന്നു തുടങ്ങി. അതിങ്ങനെ കാച്ചാൻ വെച്ചപ്പോഴാണ് ഇങ്ങനെ വന്നു തുടങ്ങിയത്. അതായത് നമ്മൾ ഫ്രീസറിൽ വെച്ച പാലാണ് എടുത്തിട്ട് കാച്ചെന്ന് വെച്ചെങ്കിൽ ആ പാലിൽ അപ്പോൾ തന്നെ നമുക്ക് ആ പാട കണ്ടില്ലേ, നെയ്യിൻ്റെ കളറായിട്ടാണ് ആ പാല് കാച്ചിയിട്ട് പാല് പൊന്തി വരണത്. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നെയ്യിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ട് കാണാനുണ്ട്. സാധാരണ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന പാല് കാച്ചുമ്പോൾ ഇത്ര കാണാറില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസമാണ് കേട്ടോ അത്. ഇനി നിങ്ങളെ ആ പാല് ചൂടാറിയതിന് ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റിക്കോളെ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇനി നമ്മൾ ഈ പാട ഇങ്ങനെ എടുത്ത് കളക്ട് ചെയ്തിട്ട് വെക്കുക. ഞാൻ ഓരോ ദിവസം എടുത്ത് വെച്ചിട്ടുള്ള പാടയാണ് കേട്ടോ ഈ കാണുന്നത്. ദിവസം എടുക്കുന്ന പാടയൊക്കെ എടുത്തിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കാറ്, താഴത്ത് വെക്കാറില്ല. ഇതിപ്പോൾ ഞാൻ രാവിലെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച കാരണമാണ് കേട്ടോ അതിങ്ങനെ ഇരിക്കുന്നത്. കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ പ്രാവശ്യം. അത് എന്നിട്ട് ആ പാട എടുത്ത് വെച്ചേക്ക് ഒരു സ്പൂൺ തൈര് ഒഴിച്ചിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് അത് പുറത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് രാവിലെ നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നെയ്യ്. പിന്നെ ഒരു കാര്യം, ഈ തൈര് ഒഴിച്ച് വെക്കാണ്ടും നമുക്ക് നെയ്യൊക്കെ ഉണ്ടാക്കാം. പക്ഷേ തൈര് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന നെയ്യിന് പ്രത്യേക ഒരു സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് കിട്ടണ വെണ്ണ ഉണ്ടല്ലോ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അത് ഉണ്ടാക്കുമ്പോൾ വരണ ഒരു കറുത്തൊരു ഇതുണ്ടല്ലോ, അതിൽ ഊറി വരുന്നൊരു സാധനം, അതും കൂടുതലായിട്ട് ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കണുള്ളൂ. എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് നെയ്യ് ഒരുമിച്ച് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഭ്രാന്ത് പിടിക്കാൻ നിൽക്കണ്ട. ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് നെയ്യ് ഉണ്ടാക്കിയിട്ട് തുടങ്ങുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനതിൽ കുറച്ച് തൈര് ഇട്ടിട്ട് അത് അടച്ച് വെച്ചെടുക്കുകയാണ്. അത് പുറത്താണ് വെച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വെണ്ണ എടുക്കണ പരിപാടി നോക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് മിക്സിയുടെ ജാറാണ്. മിക്സിയുടെ ജാറ് ഞാൻ വലിയ ജാറാണ് കേട്ടോ, നമ്മൾ ജ്യൂസറൊക്കെ ഉണ്ടല്ലോ ആ ജാറാണ് ഞാൻ എടുത്തെടുക്കണത് കേട്ടോ. ആ ജാറ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഈ ജാറിന് മറ്റേ വട്ടത്തിലുള്ള ഒരു ബ്ലേഡില്ലേ, ആ ബ്ലേഡ് ഇട്ടിട്ടാണ് എടുക്കാൻ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അത് വെച്ചിട്ടാണ് എടുക്കാറ് കേട്ടോ, എനിക്ക് കിട്ടാറൊക്കെ ഉണ്ട്. മറ്റേതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളേ. ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളവും പിന്നെ ഐസ് പീസുകൾ ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ്, അത് നല്ലതാണ് കേട്ടോ. അതിന് ഏറ്റവും ആവശ്യം തണുത്ത വെള്ളമാണ് മെയിനായിട്ട്. ഐസ് ക്യൂബും ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കൽ തുടങ്ങാട്ടോ. ഈ പാടെടുത്ത് വെച്ചതുണ്ടല്ലോ അത് മൊത്തം ഒരൊറ്റ ജാറിലേക്കുള്ളതല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ വെണ്ണ ഉണ്ടാക്കിയത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ നെയ്യ് ഉരുക്കണ സമയത്ത് അതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാച്ചിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ കുറച്ച് ഒരുമിച്ച് ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ തോന ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തോനേശം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അതിൽ തണുത്ത വെള്ളമാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഒഴിക്കാൻ പോണത്. പിന്നെ കുറച്ച് ഐസും കട്ടയും പിന്നെ തണുത്ത വെള്ളമൊക്കെ വേറൊരു പാത്രത്തിലും കൂടി സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇടണമല്ലോ, എന്നാലല്ലേ അത് നന്നായിട്ട് ഇങ്ങനെ ഉറച്ചിട്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറ് വെച്ചിട്ട് സെറ്റാക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഒക്കെ സമയം ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഞാൻ മിക്സി കറക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല സ്പീഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് നല്ല മഞ്ഞ കളറിലുള്ള വെണ്ണ കിട്ടിയാലേ അത് നമുക്ക് നന്നായി ഉറച്ചിട്ടിരിക്കുള്ളൂ. നേരെ മറിച്ച് ലൈറ്റ് ഒരു ക്രീം അങ്ങനത്തെ ഒക്കെ ഒരു കളറാണ് വെച്ച് കഴിഞ്ഞാൽ ആ വെണ്ണയ്ക്ക് തീരെ കട്ടി ഉണ്ടാവില്ല, ഉറച്ചിട്ടല്ല ഇരിക്കുക. ഞാൻ ഒരു പ്രാവശ്യം കൂടി നല്ല സ്പീഡിൽ അടിക്കുകയാണ് കേട്ടോ. ഒരു 3-4 മിനിറ്റോളം ഞാനിത് അടിച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തുറന്ന് നോക്കുകയാണ്. വീണ്ടും തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. പിന്നെ ഞാൻ എന്താ ചെയ്ത് വെച്ചെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് വേറെ പണികളൊക്കെ ഓരോന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി ഞാൻ പിന്നെ ഇത് അപ്പം തന്നെ അടിച്ചിട്ടുള്ളതല്ല, ഇത് കുറച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റൊക്കെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. ഒരിക്കൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും അടിക്കുക. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോവാം, അല്ലാതെ അവിടെ തന്നെ നിൽക്കണ്ട. അപ്പോൾ കുറച്ച് സമയം എന്തായാലും നമ്മൾ കൊടുക്കണം. ഇത് ഞാൻ 2 പ്രാവശ്യം സമയം കൊടുത്തിട്ടാണ് ഞാൻ 3-ാമത്തെ പ്രാവശ്യം വീണ്ടും വന്നിട്ട് ഞാൻ അടിക്കണത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും നമുക്കിങ്ങനെ നെയ്യാവാനുള്ളത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നേരം അടിച്ചിട്ട് നമ്മൾ ഒരു തരി നേരം അവിടെ അത് വെയിറ്റ് ചെയ്തിട്ട് വെച്ചെങ്കിൽ ഈ വെണ്ണ ഊറി വരാൻ അത് നല്ല ഉപകാരമാണ്. കുറച്ച് സമയം നമ്മൾ കൊടുക്കുക, അതിന് ശേഷം പിന്നെ വന്നിട്ട് അടിക്കുക. അപ്പോൾ അടിക്കുമ്പോൾ വേഗം വേഗം ആയി വരണതായിട്ട് നമുക്ക് തോന്നും. ഇതിപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് കേട്ടോ എത്തിയെടുക്കണത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ വെണ്ണയാവാനുള്ള ഒരു ഭാവം എനിക്ക് കണ്ടപ്പോൾ തോന്നി. കണ്ടില്ലേ, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തിൽ
ശരിക്കും അത് വെണ്ണയായിട്ട് തന്നെ കിട്ടൂട്ടാ. ഇതിനിടയിലൊക്കെ ഞാൻ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തണുത്ത വെള്ളം അതിലേക്ക് ഞാൻ ഒഴിച്ചു. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അടിച്ച് നോക്കുകയാണ്. ഇപ്പം അതാ നമ്മുടെ വെണ്ണ ഇതാ നല്ല മഞ്ഞ കളറിൽ, ഡാർക്ക് മഞ്ഞ കളറിൽ ഇതാ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ വെണ്ണ ഇതാ ആയി വന്നു. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത വെള്ളത്തിലേക്കാണ് കേട്ടോ ഇടേണ്ടത്. ഈ ഇരിക്കുന്ന വെണ്ണ അതേപോലെ ഞാൻ പലപ്പോഴായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഒരുമിച്ച് അങ്ങോട്ട് ഉരുക്കാച്ചിട്ടാണ്, ഏത് സമയം ഇങ്ങനെ കുറേശ്ശായിട്ട് ഉരുക്കാൻ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് ഉരുക്കേണ്ടത്. അതിന് മുന്നേ ഈ വെള്ളത്തിലേക്ക് ഇട്ടത് പിഴിഞ്ഞെടുത്തിട്ട് വേറെ 2 പാത്രത്തിൽ തണുത്ത വെള്ളത്തിലേക്കും കൂടി മാറ്റി ഇടണം കേട്ടോ. അതിൽ നിന്ന് പാലിൻ്റെ ഒക്കെ അംശം നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണം. ഈ അടിഭാഗം കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് ഉരുക്കാം. ഞാനിപ്പോൾ ഇത് പാൽപാത്രമാണ് കേട്ടോ എടുത്തേക്കണത്. ചീനച്ചട്ടി, അല്ലെങ്കിൽ ഉരുളി, അങ്ങനെ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഈ പാത്രത്തിൻ്റെ അടിഭാഗം നല്ല കട്ടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് എടുത്തത്. പിന്നെ ഇളക്കാനും ഒക്കെ കുഴപ്പമില്ല. അതിൽ അത്രയ്ക്കധികം ക്വാണ്ടിറ്റി ഇല്ലല്ലോ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇതിൽ ഇളക്കാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതാ ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് വെണ്ണ. ഇനി അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് പാകമാകുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, സൂപ്പർ മണം കേട്ടോ. ആ മണം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ആ നെയ്യ് മുഴുവൻ കുടിച്ച് തീർക്കാൻ തോന്നും കേട്ടോ. നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് വരിക. അത് പാകമായതിൻ്റെയാണ് ആ മണം. ആ മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂപ്പും ഏകദേശമൊക്കെ മനസ്സിലായി കിട്ടും. പിന്നെ മൂപ്പ് കൂടാതെ നോക്കണം. മഞ്ഞ കളറിൽ നിന്ന് ചെറുതായി മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് മൂപ്പ് പാകത്തിന് കിട്ടും കേട്ടോ. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം വേണം ഒക്കെ ഒരു വ്യത്യാസം തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ആവില്ല. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എന്നെ അറിയിക്കണേ.